ഹായ്. അപ്പോൾ നമ്മൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ട് അല്ലേ? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇതെങ്ങനെയാണ് വന്നത്, അതിൻ്റെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റത്തെ ചാപ്റ്ററിലുള്ള മൂന്നാമത്തെ സെക്ഷനായ ഡെഫിനിഷൻസ് ആണ് അല്ലേ? ഡെഫിനിഷൻസ്, ഓരോ ടേംസിന് കുറേ ഡെഫിനിഷൻസ് പറഞ്ഞു. ഒരു 28 ഇതിൻ്റെ ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഡെഫിനിഷൻസ് ഉണ്ട്, ആ ഡെഫിനിഷൻസും കൂടി നോക്കാം. അതിൽ ഫസ്റ്റ് ആണ്, അതായത് നമ്മൾ ZB വരെ പറഞ്ഞു. ആദ്യം 1A to Z കഴിഞ്ഞു, ആ Z കഴിഞ്ഞ് പിന്നെ ZA ZB അങ്ങനെ അത്രയും വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ് ZC. ZC എന്ന് പറയുന്നത് മാനുഫാക്ചർ. വാട്ട് യു മീൻ ബൈ മാനുഫാക്ചർ? മാനുഫാക്ചർ എന്നാണ് പറയുന്നത്, മാനുഫാക്ചർ എന്ന് വെച്ചാൽ ഒരു സാധനം ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഓഫ് ഫുഡ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സ്, അഡോപ്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, അതിന് വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അത് കൂടാതെ എന്തെങ്കിലും ഒരു സബ് പ്രോസസ്സ് ചെയ്യുക, എന്തായാലും ഒരു ഫുഡ്, ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് കാര്യവും എന്തിൽ വരും? മാനുഫാക്ചറിൽ വരും. ഓക്കെ അല്ലേ? ZC മാനുഫാക്ചർ. നെക്സ്റ്റ് വണ്ണാണ് മാനുഫാക്ചറർ. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? മാനുഫാക്ചർ. ഇപ്പോഴത്തത് ഇത് മാനുഫാക്ചറർ. മാനുഫാക്ചർ ആരാ? ഈ പ്രോസസ്സ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ മാനുഫാക്ചർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതൊരാൾ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ, അയാളാണ് ആര്? മാനുഫാക്ചറർ. അപ്പോൾ ഹൂ മാനുഫാക്ചേഴ്സ് ദ പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യുന്ന ആരാണോ, ഹീ ഈസ് ദ വൺ മാനുഫാക്ചർ അല്ലേ? അയാളാണ് എന്ത്? മാനുഫാക്ചറർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഫോർ മാനുഫാക്ചറിങ് എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഫോർ സെയിൽ ആൻഡ് ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ ഹു ഒബ്റ്റെയിൻസ് സച്ച് ആർട്ടിക്കിൾ ഫ്രം അനദർ പേഴ്സൺ ആൻഡ് പാക്സ് ആണ്. അപ്പോൾ ഒരാൾ ഉണ്ടാക്കുന്നത്, സാധനം ഉണ്ടാക്കി വെക്കുന്ന കമ്പനിക്കാർ. ഇത് കൂടാതെ നമ്മൾ ചില ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാവില്ലേ, ഫോറിൻ നിന്ന് വന്നതാണ്, അങ്ങനത്തെ ആകുമ്പോൾ അവരെന്ത് വെച്ചാൽ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? പാക്ക് ചെയ്ത് വിൽക്കും. ഇനി അതൊന്നല്ല, ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് സാധനങ്ങളെ റീറ്റെയിലായിട്ട് പാക്ക് ചെയ്ത് വിൽക്കും ഫുഡിൻ്റെത്. അതും ആരിൽ പെടും? മാനുഫാക്ചറിൽ പെടും. ശരിക്കും ഉണ്ടാക്കുന്ന ആളല്ലല്ലോ. കാരണം ഞാനിപ്പോൾ ഒരു ഫുഡ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നല്ല വീട്ടിൽ നിന്ന് മുളക് വാങ്ങിച്ച് പൊടിക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ മുളക് വാങ്ങിച്ച് പൊടിച്ച് ഞാനാണ്. പക്ഷെ ഞാനിത് എന്ത് ചെയ്തു? ഞാൻ ഹോൾസെയിലായിട്ട് വേറൊരാൾക്ക് കൊടുത്തു, അതായത് മൊത്തത്തിൽ കൊടുത്തു. അയാൾ അത് എന്ത് ചെയ്തു? റീറ്റെയിലാക്കി ചെറിയ ചെറിയ പാക്കുകളാക്കി വിറ്റു. ഇതിൽ ആര് മാനുഫാക്ചറാണ്? ഞാനും മാനുഫാക്ചറാണ്, അയാളും മാനുഫാക്ചർ. റീറ്റെയിലായിട്ട് വിൽക്കുന്ന ആൾക്കാരും മാനുഫാക്ചർ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് മെമ്പർ. നമ്മൾ ഇതിൽ ഈ നിയമത്തിൽ മെമ്പർ എന്ന് പറയുന്നത് ആരാണ്? ഈ ഫുഡ് അതോറിറ്റിയിലെ 2008 ഫോം ചെയ്ത 2006 വന്ന നിയമം, 2006 വന്ന നിയമം പറഞ്ഞതുപോലെ 4ാമത്തെ യൂണിറ്റ് സെക്ഷനിൽ പറഞ്ഞ ഫുഡ് അതോറിറ്റി, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി 2008 വരുന്നത്. ഈ അതോറിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ, പാർട്ട് ടൈം മെമ്പർ ആയാലും ശരി, ഫുൾ ടൈം മെമ്പർ ആയാലും ശരി, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയാലും നമ്മൾ എന്തെന്ന് പറയാം? അവരെ മെമ്പർ എന്ന് പറയും. നെക്സ്റ്റ് വണ്ണാണ് മിസ്ബ്രാൻഡഡ് ഫുഡ്. മിസ്ബ്രാൻഡഡ് ഫുഡ് എന്താണ് ഈ മിസ്ബ്രാൻഡഡ് ഫുഡ്? മിസ്ബ്രാൻഡഡ് ഫുഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഫുഡ് വിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫാൾസ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു നുണ അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം പറഞ്ഞിട്ട് വിൽക്കുക, അപ്പോൾ അത് മിസ്ബ്രാൻഡഡ് ഫുഡാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പാല് വിൽക്കുകയാണ്. അപ്പോൾ പാല് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിൽ നിന്ന് നെയ്യ് എടുത്തിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ചിന്തയല്ല, നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പാലാണെങ്കിൽ ആ പാലിൽ ഫുള്ളുണ്ടെന്നല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ ധാരണ കൊടുക്കുക, നല്ല ഓർഗാനിക് ഫുഡാണെന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് അല്ലാത്ത സാധനങ്ങൾ കൊടുക്കുക, അപ്പോൾ അത് മിസ്ബ്രാൻഡഡ് ഫുഡാണ്. എന്തെങ്കിലും ആൾക്കാരുടെ ഇത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൾസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലെയിം, അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വെക്കുക. ഒന്നുകിൽ പാക്കേജിലുണ്ടാവും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലുണ്ടാവും. അതിനാണ് നമ്മൾ ഒരു മിസ്ബ്രാൻഡഡ് ഫുഡ് എന്ന് പറയുന്നത്. ഇനി മിസ്ബ്രാൻഡഡ് ഫുഡ് എന്ന് പറയുന്നത് വെച്ചാൽ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്. അപ്പോൾ ഇത് ആദ്യത്തെ പറഞ്ഞെന്താണ്? എന്തെങ്കിലും നോണ പറഞ്ഞിട്ട്, ഇന്ന സാധനമൊക്കെ ഇതിന് ഭയങ്കര എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിനെ ഫാൾസ് ആയിട്ട് പറഞ്ഞതാണ് ഒന്നാമത്തത്. രണ്ടാമത് ഇപ്പോൾ പറയുന്നത് എന്താണ്? മറ്റൊരു ആർട്ടിക്കിളിൻ്റെ ഫുഡിൻ്റെ, അതിപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ബ്രാൻഡ്, ഇപ്പം മഞ്ചിൻ്റെ പേര് വെച്ചിട്ട് വേറൊരാൾ ഇതേപോലത്തെ മഞ്ച് എന്നുള്ള അതേ എഴുതിയ ഒരു കവറൊക്കെ ഉണ്ടാക്കി അയാൾ ചോക്ലേറ്റ് വിൽക്കുക. അപ്പോൾ അതെന്തായി? മിസ്ബ്രാൻഡഡായി. കാരണം മഞ്ചിൻ്റെ ചോക്ലേറ്റ് ആണോ വേറൊരാൾ വിൽക്കുന്നതല്ലല്ലോ.
മഞ്ചിൻ്റെ ചോക്ലേറ്റും ഒക്കെ നെസ്ലേൻ്റെ കമ്പനിയാണ് വിൽക്കുന്നത്, അപ്പോൾ അവർക്കെല്ലാം അത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതേ സാധനം ഇതേപോലത്തെ കവർ ഉണ്ടാക്കി അയാൾ എന്ത് ചെയ്യുക, അയാൾ സ്വയം ഉണ്ടാക്കിയ ചോക്ലേറ്റ് അതിൽ വെച്ചിട്ട് വിൽക്കുക. അപ്പോൾ അതെന്തായി, മിസ് ബ്രാൻഡഡ് ഫുഡായി. ഇനി അടുത്തത് സെയിൽ അണ്ടർ ദ നെയിം ഓഫ് എ ഫിക്ഷസ് ഇൻഡിവിജ്വൽ ഓർ കമ്പനി. ഇല്ലാത്തൊരു കമ്പനീൻ്റെയോ ഇല്ലാത്തൊരാളുടെയോ പേരിലൊരു സാധനം വിൽക്കുക. അതും എന്താണ്, മിസ് ബ്രാൻഡഡ് ഫുഡിൽ വരുന്നതാ. ഇനി അടുത്തത് ഡിസീവ്. അതായത് നമ്മളിപ്പോൾ ഈ മുളക് പൊടിയിൽ അഡൾട്രേഷൻ നടത്തുമല്ലോ, ഇങ്ങനെ എന്താ പറയുക, ഇത് എന്താണ് മറ്റേ ഇഷ്ടിക പൊടിയൊക്കെ ചേർക്കുന്നു അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോൾ ചേർക്കുന്നതാകുമ്പോൾ അഡൾട്രേഷനാണ്. ഇതങ്ങനെയല്ല, മൊത്തമായിട്ട് വേറൊരു സാധനം മറ്റിത് വിൽക്കുക. കസ്തൂരി ഇല്ലേ, നമ്മുടെ പൂവില്ലേ, കുങ്കുമപ്പൂവ്, കസ്തൂരി തന്നെയല്ല, കുങ്കുമപ്പൂവ്. ആ കുങ്കുമപ്പൂവിന് കുറേ ഇത് കുങ്കുമപ്പൂ അല്ലാത്ത സാധനം കുങ്കുമപ്പൂവാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഡിസീവിങ് ആണ്. അതായത് ഒരു സാധനം, ഒറിജിനലായ സാധനനെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുക. അതും എന്തിൽ വരും, മിസ് ബ്രാൻഡഡ് ഫുഡിൽ വരും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പാക്കേജ് കണ്ടെയ്ൻ ഡിസെപ്റ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് കണ്ടന്റ്. നമ്മൾ പാക്കേജിൻ്റെ മുകളിൽ പറയുകയാണെ, ഇപ്പോൾ ഷുഗറിൻ്റെ കാര്യമുണ്ട്, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പിന്നെ വൈറ്റമിൻസും മിനറൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് വെക്കുകയാണ്. അതും എന്താണ്, മിസ് ബ്രാൻഡഡ് ഫുഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് വണ്ണാണ് ആർട്ടിക്കിൾ ഈസ് ഓഫേർഡ് ഫോർ സെയിൽ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് എനി പ്ലേസ് ഓർ കൺട്രി വിച്ച് ഈസ് ഫാൾസ്. അതായത് ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ലാത്തൊരു സാധനം, ഇനി അല്ലെങ്കിൽ കേരളത്തിൽ വിൽക്കാൻ പാടില്ലാത്തൊരു സാധനം കേരളത്തിൽ വിൽക്കുക. അപ്പോൾ അതും മിസ് ബ്രാൻഡഡ് ഫുഡിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ ഓഫ് പാക്കേജിങ്ങിൽ ആർട്ടിഫിഷ്യലായ ഫ്ലേവറിങ്ങോ കളറിങ്ങോ കെമിക്കൽ പ്രിസർവേറ്റീവ്സോ ഉണ്ടെങ്കിൽ എന്തിൽ വരും, മിസ് ബ്രാൻഡഡ് ഫുഡിൽ വരും. അപ്പോൾ മൊത്തം മിസ് ബ്രാൻഡഡ് ഫുഡ് എന്തൊക്കെയാണ് ഒന്നും കൂടി പറഞ്ഞാൽ, മിസ്ലീഡിങ് ഇതില്ലേ ഒരു ഫാൾസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, 2 സെക്ഷനായി ഇതായിട്ടാണ് വരുന്നത്. ഒന്ന് ഫാൾസ് ആയിട്ടുള്ള എന്തെങ്കിലും വരിക, അതിൽ വരുന്ന എന്താണ്, വേറൊരാളുടെ പേരിൽ സാധനം വിൽക്കുക, എന്തെങ്കിലും ഫിക്ഷസ് ആയ കമ്പനീൻ്റെ ഇല്ലാത്തൊരു കമ്പനീൻ്റെ പേരിൽ സാധനം വിൽക്കുക, അല്ലെങ്കിൽ ഫുഡ് തന്നെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ഫുഡ് ഇറക്കുക. പിന്നെ എന്താണ്, പാക്കേജിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫാൾസ് ആയ ഇത് കൊടുക്കുക, അതിൽ കുറേ മിനറൽസും വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്, ഫാറ്റും ഷുഗറും കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ എന്തെന്നാ, ഏതെങ്കിലും നമുക്കിപ്പോൾ നമ്മളെ നാട്ടിൽ വിൽക്കാൻ പറ്റുന്ന സാധനം ഇവിടെ സാധനം വിൽക്കുക, അപ്പോൾ അതും മിസ് ബ്രാൻഡഡ് ഫുഡിൽ വരും. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്ങോ കളറിങ്ങോ ചേർത്ത് കഴിഞ്ഞാൽ അതും മിസ് ബ്രാൻഡഡ് ഫുഡിൽ വരും. നെക്സ്റ്റ് വണ്ണാണ് നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഒഫീഷ്യൽ ഗസറ്റ്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിൻ്റെ ഒഫീഷ്യൽ ഗസറ്റയിൽ എന്തൊക്കെ വന്നാലും അത് നോട്ടിഫിക്കേഷനാണ്. ആ ഗസറ്റയിൽ വരുന്നതൊക്കെ എന്താണ്, നോട്ടിഫിക്കേഷനാണ്. ഇനി അടുത്തത് പാക്കേജ്. പാക്കേജ് എന്താണ്, പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡിനെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് സാധനം എന്തിൽ വരും, പാക്കേജ്. ബോക്സ്, ബോട്ടിൽ, കാസ്കറ്റ്, ടിന്ന്, ബാരൽ, കേസ്, പൗച്ച്, എക്സെട്ര എക്സെട്ര. ഏത് സാധനം ഫുഡിനെ പാക്ക് ചെയ്യുന്ന എല്ലാ സാധനം എന്തിൽ വരും, പാക്കേജിൽ വരും. നെക്സ്റ്റ് വണ്ണാണ് പ്രിമൈസസ്. പ്രിമൈസസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോപ്പൊക്കെ, ഹോട്ടൽ, ബിൽഡിങ്സ് ആണ്. അതായത് ഫുഡ് വിൽക്കാൻ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഏതും ആവാം, എവിടുന്നും, എയർലൈൻ സർവീസിൽ വിൽക്കുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ ഫുഡ് വിൽക്കുന്നത്, ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വിൽക്കുന്നത് ഒക്കെ എന്തിൽ വരും, പ്രിമൈസസിൽ വരും. അടുത്തതാണ് പ്രിസ്ക്രൈബ്ഡ്. പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് ഈ റൂൾസ് അനുസരിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എന്തെങ്കിലും ഒരു കാര്യം പ്രിസ്ക്രൈബ് ചെയ്യുക, ഒരു കാര്യം പറയുക, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വണ്ണാണ് പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത്. പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്യാത്ത ഫുഡ്, നമ്മൾ ആ സച്ച് ഇറ്റ് ഈസ് വി ആർ ഹാവിങ് ദാറ്റ് ഫുഡ്. അതായത് നമ്മൾ എങ്ങനെയാണുള്ള ഫുഡ് അതുപോലെ കഴിക്കുന്നത്. ഇപ്പോൾ പഴുത്ത മാങ്ങ, പേരക്ക, വെജിറ്റബിൾസ് ഇല്ല, നമ്മൾ ക്യാരറ്റ്, ഇതൊക്കെ നമ്മൾ അപ്പാട് കഴിക്കില്ലേ, അങ്ങനെ കഴിക്കുന്ന ഫുഡിനാണ് നമ്മൾ പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ കഴിക്കണം. മീൻസ് കുക്ക് ചെയ്യാതെ ഒരു പ്രോസസ്സും ചെയ്യാതെ മിനിമം അതൊന്ന് ഉപ്പിലിടുക പോലെ, കുക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പിലിട്ട് കഴിക്കില്ല, അത് പറ്റൂല. നമ്മൾ പ്രൈമറി ഫുഡ് എന്ന് പറയുമ്പോൾ പിക്കിളിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ ഉപ്പിലിട്ടതൊന്നുമല്ല, കറക്റ്റ് എന്താണോ ആ സാധനം, പച്ചമാങ്ങയായിട്ട് തിന്നുക, ക്യാരറ്റായിട്ട് തിന്നുക, പിന്നെ അല്ലെങ്കിൽ പഴുത്തതാണെങ്കിൽ പഴുത്ത, അത് ആപ്പിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നുക, അതൊക്കെ എന്താണ്, അത് ആസ്വദിച്ച് അങ്ങനെ തന്നെ കഴിക്കുന്നതിന് നമ്മൾ പ്രൈമറി ഫുഡ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വണ്ണാണ് പ്രൊഹിബിഷൻ ഓർഡർ. പ്രൊഹിബിഷൻ ഓർഡർ എന്നാണ് സെക്ഷൻ 33 വരുന്നതാണ്. അപ്പോൾ സെക്ഷൻ 33 വരുന്നതാണെന്ത്, പ്രൊഹിബിഷൻ ഓർഡർ. ആദ്യം നമ്മൾ എന്തൊക്കെ പഠിച്ചു, ലൈസൻസിൻ്റെ പഠിച്ചിട്ടുണ്ട്, ഡെസിഗ്നേറ്റഡ് ഓഫീസർ പഠിച്ചിട്ടുണ്ട്, കമ്മീഷണർ പഠിച്ചിട്ടുണ്ട്, ഫുഡ് സേഫ്റ്റി ഓഫീസർ പഠിച്ചിട്ടുണ്ട്, ഫുഡ് അനലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇനി 33ാമത്തെ സെക്ഷനിൽ ആരാ പഠിക്കുന്നത്, പ്രൊഹിബിഷൻ ഓർഡർ ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ.
അടുത്തത് റിസ്ക്. റിസ്ക് എന്താ സംഭവം? റിസ്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഹെൽത്തിന് നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് കൊണ്ട് നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായെന്നാൽ നമ്മൾ എന്ത് പറയുന്നതിന് റിസ്ക് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഒന്നാണ് റിസ്ക് അനാലിസിസ്. റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ 2-3 കാര്യങ്ങൾ, അതായത് ഒരു റിസ്ക് കണ്ടത്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകുന്നതാണ് റിസ്ക് എന്ന്. അപ്പോൾ റിസ്ക് കണ്ടു, അതെങ്ങനെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടില്ല നമുക്ക് റിസ്ക് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിന് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നു. ആ റിസ്ക് അനാലിസിസിൽ വരുന്നതാണ് റിസ്ക് അസസ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെയാണ്? റിസ്ക് അസസ്മെന്റ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി ഫസ്റ്റ് വൺ റിസ്ക് അസസ്മെന്റ്. എങ്ങനെ നമ്മൾ ആ ഫുഡിൽ അസസ് ചെയ്യുക, എങ്ങനെ റിസ്ക് ഉണ്ടോ എന്നുള്ളത്. അത് ഒന്ന് ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ. എന്താണ് അതിലുള്ള ഹസാർഡ്? പലതരത്തിലുള്ള ഹസാർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കെമിക്കൽ ഹസാർഡ്സ് പഠിച്ചിട്ടുണ്ട്. അതായത് കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാവുക. ഇനി അതല്ല ഇത് ഇപ്പോൾ നല്ലോണം വളം ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ആകുമ്പോൾ അവിടുത്തെ വെള്ളത്തിലും അവിടുന്ന് ഉണ്ടാക്കുന്ന വെള്ളത്തിൽ എന്തായാലും എന്തുണ്ടാവും? കെമിക്കൽസ് ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ അവിടെ അപ്പോൾ ഈ വെള്ളം നമ്മൾ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുമ്പോൾ ആ കെമിക്കൽസ് ഫുഡിലേക്ക് വരും. അപ്പോൾ അതൊരു ഹസാർഡാണ് അല്ലേ? ഇത് കൂടാതെ ഇനിയിപ്പോൾ ബയോളജിക്കലി നമ്മൾ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയോ അല്ലെങ്കിൽ ഫംഗസോ അല്ലെങ്കിൽ വൈറസോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് വരിക. ഇനി അതൊന്നല്ല ഫിസിക്കലായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ ഈ പിന്ന് പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ മെഷീൻസിലുള്ള ആണി അഴിഞ്ഞിട്ട് നമ്മളെ ഫുഡിൽ വരിക, ഇതൊക്കെ ഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഹസാർഡ് ഏതാണെന്ന് ആദ്യം നോക്കുക. ആ ഹസാർഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ക്യാരക്ടറൈസേഷൻ ചെയ്യുക. പിന്നെ അത് എക്സ്പോഷർ അസസ്മെന്റ് ചെയ്യുക. റിസ്ക് ക്യാരക്ടറൈസേഷൻ, എത്രത്തോളം വലിയ റിസ്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് ഇപ്പോൾ നമ്മളെ ഫുഡിൻ്റെ ഇതിൽ ഒരു ആണി ഏതെങ്കിലും മീൻസ് അതിൻ്റെ ചിലപ്പോൾ ഈ നമ്മളെ മെഷീൻസിൽ അതിലുള്ള ആണിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആണി ഭയങ്കര റിസ്ക് ആണോ? വലിയ റിസ്ക് ഒന്നുമില്ല അല്ലേ? കാരണം അത് നമുക്ക് ഹെൽത്ത് ഹസാർഡ്സ് ഒന്നും ഉണ്ടാക്കില്ല. അത് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഭയങ്കരമായ ഹെൽത്ത് ഹസാർഡ്സ് ഒന്നും അത് ഉണ്ടാക്കാൻ പോകുന്നില്ല നമുക്ക്. അപ്പോൾ എത്രത്തോളമാണ് ഈ റിസ്കിൻ്റെ ക്യാരക്ടറൈസേഷൻ തോന്നുന്നത്. പക്ഷേ ബയോളജിക്കൽ ഹസാർഡ്സ് ആകുമ്പോൾ അതങ്ങനെ വരില്ല. ബയോളജിക്കൽ ഹസാർഡ്സ് 2 തരത്തിൽ വരാം. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഹാംഫുൾ അല്ലാതെ മീൻസ് വലിയ രോഗങ്ങളൊന്നും കോസാതെ ഫുഡ് മാത്രം സ്പോയിലേജ് നടത്തുന്ന ഓർഗാനിസംസ് ഉണ്ടാവും. ഇനി അതല്ല, ഇതൊന്നല്ലാതെ ടോക്സിൻസ് ഉണ്ടാവാം അല്ലേ? ചിലപ്പോൾ ഫുഡിൽ പ്രശ്നമൊന്നും കാണൂല, നമുക്ക് കഴിച്ചാൽ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൽ ടോക്സിൻ ഉണ്ടാവും. നമ്മൾ കഴിച്ചാൽ ആള് കാഞ്ഞു. അങ്ങനത്തെ ഹസാർഡ്സ് ഉണ്ടാവാം. അപ്പോൾ ഏത് ഹസാർഡാന്ന് നോക്കുക, ആ ഹസാർഡ് എങ്ങനെയൊക്കെ ക്യാരക്ടറൈസ് ചെയ്യുക, അതിന് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത് നോക്കുക. അതാണ് റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റിസ്ക് കമ്മ്യൂണിക്കേഷൻ. എന്താ റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഈ റിസ്ക് അസസ്മെന്റ് അല്ലെ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ ഓരോ സെക്ഷനിലെ ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ മീൻസ് ഫുഡിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല അല്ലേ? റിസീവിങ് മുതൽ റോ മെറ്റീരിയൽ മുതൽ അതിനെ കൂൾ ചെയ്ത് പിന്നെ പ്രോസസ്സിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആദ്യം ക്ലീനിങ്, സോർട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോസസ്സിങ് ചെയ്ത് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരണം അല്ലേ? ഇതിനിടയിൽ എന്തും കൂടി ഉണ്ട്, ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിലും എല്ലാ സ്ഥലത്തും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ? ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കണം. റിസ്ക് ഇതായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ എവിടെയൊക്കെയാണുള്ളത്, എന്തൊക്കെയാണുള്ളത്, റിസ്ക് മാനേജേഴ്സ്, കൺസ്യൂമേഴ്സ്, അങ്ങനത്തെ എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇത് അസസ് ചെയ്തു, സാധനം കണ്ടുപിടിച്ചു, അതിനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇനി മാനേജ് ചെയ്താൽ മതി. അത് വെച്ചാൽ വലിയ പ്രശ്നമില്ല, എന്ന് വെച്ചാൽ അതിനെ തടഞ്ഞാൽ മതി. അപ്പോൾ ഇതെന്താ ചെയ്യുക? അത് ഹെൽത്ത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മാനേജ് ചെയ്യുക. നമ്മൾ അഥവാ ഭയങ്കര റിസ്ക് കാണാണ് ഫുഡ് കഴിച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ അതിനെന്താ വിൽക്കാതിരിക്കുക, അഥവാ വിറ്റ് പോയാൽ തന്നെ അതിനെ റീകോൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സെയിൽ. സെയിൽ എന്താ? വിൽക്കുക. അത്രയേ ഉള്ളൂ. സെയിൽ എന്താ പറയുന്നത്? വിൽക്കുക. അതായത് നമ്മൾ ഫുഡിനെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ്, അതായത് അല്ലെങ്കിൽ ഒരു ക്യാഷ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിന് വേണ്ടി ഫുഡിനെ വിൽറ്റാൽ അതിനെന്താണ്? സെയിൽ എന്ന് പറയും. വിൽക്കാം അല്ലെങ്കിൽ എക്സ്പോസിങ് ഫോർ സെയിൽ, നമ്മൾ വിൽക്കാൻ വെച്ചാൽ മതി, അതും സെയിലാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ആണ് സാമ്പിൾ. സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നല്ലേ? ചെക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സാധനത്തിനാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുക.
അപ്പോൾ ഹോട്ടൽസിന് മാത്രമല്ല എല്ലാ കമ്പനികളിലും ഫുഡുമായിട്ട് റിലേറ്റഡ് എവിടുന്ന് ഇവർക്ക് എടുത്ത് പോയിട്ട് സാധനം സാമ്പിൾ എടുക്കാൻ പറ്റും. അപ്പോൾ അതായത് അത് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫുഡിനെ നമ്മൾ എന്ത് പറയുന്നു, സാമ്പിൾ എന്ന് പറയുന്നു. ഇനി സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ്. സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ് നേടിയും കണ്ട ഇത്രയും ഉദ്ദേശിക്കുക ഈ റെഗുലേഷനിൽ, അതായത് പിന്നെ ഫുഡ് സേഫ്റ്റിന്റെ റെഗുലേഷൻസ് ഉണ്ട്, ആ റെഗുലേഷൻസിൽ പറഞ്ഞത് ഏത് റെഗുലേഷൻസ് ആണോ ആ റെഗുലേഷൻസിൽ പറഞ്ഞതുപോലെ എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫുഡ് അതോറിറ്റി പറഞ്ഞ സ്റ്റാൻഡേർഡ്. അതായത് ഇപ്പൊ നമ്മളൊരു പിന്നെ ഇപ്പൊ പാല് വിൽക്കുന്ന സമയത്ത് പിന്നെ അതിൽ ഇത്ര ശതമാനം ഫാറ്റ്, ഇത്ര ശതമാനം SNF വേണം എന്നൊക്കെ ഒരു കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ്. FSSAI പറഞ്ഞു, അതായത് നമ്മൾ കൗ മിൽക്ക് വിൽക്കുന്ന സമയത്ത് 3.5% ഫാറ്റ് വേണം, 8% SNF വേണം എന്ന് പറഞ്ഞു. അത് ആരുടെ സ്റ്റാൻഡേർഡാണ്? FSSAIന്റെ സ്റ്റാൻഡേർഡാണ്. FSSAI ഉണ്ടാക്കിയ സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് അതുപോലെ നോക്കണം. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാ? നമ്മൾ ഓരോ യൂണിയൻ്റെ അണ്ടറിലുള്ള യൂണിയൻ ടെറിട്ടറിൻ്റെ അണ്ടറിലുള്ള സ്റ്റേറ്റുകളിലെല്ലാം വരുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും നാച്ചുറലായോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായ സബ്സ്റ്റൻസസിനെ നമ്മൾ എന്ത് പറയുന്നു? അത് സോളിഡ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ ഗ്യാസ് ഫോമിലോ ആവും, അതിനെ നമ്മൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നു, ഫുഡിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സബ് സ്റ്റാൻഡേർഡ് ആണ്. സബ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ചില ഇപ്പോൾ FSSAI സ്റ്റാൻഡേർഡ് ഇറക്കിയിട്ടുണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് ഇപ്പം പാലിന് തന്നെ 3.5 ഫാറ്റ് വേണം, 3.5% ഫാറ്റും 8% SNF വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വിൽക്കുന്ന പാലിന് 2% ഫാറ്റേ ഉള്ളൂ എന്നിരിക്കാം. പക്ഷെ നമ്മൾ വിൽക്കുമ്പോൾ പറയുന്ന മാർക്കറ്റ് മിൽക്ക്, വോൾഡ് മിൽക്കാന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നതെങ്കിൽ അപ്പോൾ അത് മതിയാവുമോ? ഇല്ലല്ലോ, 3.5% വേണ്ടേ. പക്ഷെ നമ്മൾ 2% വിൽക്കുന്നുള്ളെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് സബ് സ്റ്റാൻഡേർഡായി. അങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ട്രൈബ്യൂണൽ. ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് സെക്ഷൻ 70 പറയുന്ന, അതായത് ഈ കേസിനെ നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫുഡ് സേഫ്റ്റി അപ്പലറ്റ് ട്രൈബ്യൂണൽ ഉണ്ടാക്കും. അതാണ് ഈ ട്രൈബ്യൂണൽ എന്നാണ് സെക്ഷൻ 70 പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് അൺസേഫ് ഫുഡ്. അൺസേഫ് ഫുഡ് എന്താണ്? സേഫ് അല്ലാതെ ഇൻജൂറിയസ് ടു ഹെൽത്ത് ആയ ഫുഡിനാണ് നമ്മൾ അൺസേഫ് ഫുഡ് എന്ന് പറയാം. പോയിസണസ് ആയ ഫുഡ്, ചീത്തയായ ഫിൽത്തി പ്യൂട്രിഡ് ആയ ഫുഡ്, അൺഹൈജീനിക് പ്രോസസ്സിങ് ഉപയോഗിച്ച ഫുഡുകൾ, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത ഫുഡ്, അല്ലെങ്കിൽ നമുക്കതിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഫുഡിനെ അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ എടുത്തു കളയുക. ഫുഡിൻ്റെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയനെ എടുത്തു കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് നമുക്ക് ഫുഡ് വിൽക്കാൻ തരിക. ഇപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മിൽക്കിൻ്റെ കേസിൽ തന്നെ പറഞ്ഞാൽ ഫാറ്റ് എടുത്തിട്ട് മിൽക്ക് വിൽക്കുക. കളേർഡ് ഓർ ഫ്ലേവേർഡ് ഓർ കോട്ടഡ് പൗഡേർഡ് പോളിഷ്ഡ് ആസ് ടു ഡാമേജ്. അതായത് നമ്മൾ ഇതിനെന്തെങ്കിലും കൺസീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനിപ്പോൾ എന്തെങ്കിലും സംഭവം ചീത്തയായിപ്പോയ ഫുഡ്, ആ ഫുഡിൻ്റെ ആ ചീത്ത ആയത് കൺസീൽ ചെയ്യാൻ വേണ്ടി അതിൽ കളറോ ഫ്ലേവറോ അങ്ങനത്തെ എന്തെങ്കിലും ചേർത്ത് വിൽക്കുന്നത് അൺസേഫ് ഫുഡിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കളറിംഗ് മാറ്റർ പ്രിസർവേറ്റീവ്സ്, ഇതിൽ സ്പെസിഫൈ ചെയ്യാത്ത കളറിംഗ് മാറ്റർ പ്രിസർവേറ്റീവ്സോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതെന്ന് പറയാം ഇൻഫെക്റ്റഡ് ആയ ഫുഡ് വിൽക്കുക. പ്രിപ്പയർഡ് പാക്ഡ് ഓർ കെപ്റ്റ് അണ്ടർ ഇൻസാനിറ്ററി കണ്ടീഷൻസ് ആണ്. അതായത് വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ വിൽക്കുകയും പാക്ക് ചെയ്യുകയും ചെയ്തിരുന്ന ഫുഡുകളും അൺസേഫ് ഫുഡാണ്. പിന്നെ അതുപോലെ തന്നെ മിസ്ബ്രാൻഡഡ്, സബ്സ്റ്റാൻഡേർഡ് ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റേഴ്സ് എന്തിൽ വരുന്നതാണ്? അൺസേഫ് ഫുഡിൽ വരുന്നതാണ്. അതുപോലെ പെസ്റ്റിസൈഡ്സ് ഉള്ളത്, അതർ കണ്ടാമിനൻസ് ഉള്ളതൊക്കെ എന്തിൽ വരുന്നതാണ്? അൺസേഫ് ഫുഡിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻസ് കഴിഞ്ഞു. അപ്പോൾ ഡെഫിനിഷൻസ് ഒന്നുകൂടി നോക്കുക. കാണാതെ പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല. കാരണം ഓരോ ഡെഫിനിഷനും കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഇതല്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡെഫിനിഷൻസ് ഇപ്പം മൊത്തമായിട്ട് നോട്ട് എഴുതുക. അതിൻ്റെ ഹെഡിങ്സ്, അതായത് ഏതൊക്കെ ഡെഫിനിഷൻ ഇപ്പം മൊത്തത്തിൽ സെഡ് അതായത് 26 52 ഡെഫിനിഷൻസാണ് പഠിക്കാനുള്ളത്. പകുതിയിലേറെ ഡെഫിനിഷൻസും നിങ്ങൾക്ക് അറിയുന്ന ഡെഫിനിഷൻസാണ്. അത് ഈ 56 എഴുതി വെക്കുക. ഫസ്റ്റ് മുതൽ ഓരോന്നായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻസ് പഠിക്കും. അത് പറയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് അതെന്താ സാധനം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അതെന്താന്നുള്ളത് അറിയാം. അതിനുശേഷം വീണ്ടും ഡെഫിനിഷൻസ് വായിക്കുക. അപ്പോൾ ഏകദേശം ക്ലിയർ ആവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്.